ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നൊരു സ്വീറ്റ് ഐറ്റമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മാർബിൾ പുഡിംഗ്. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ന്യൂ ഇയറിനൊക്കെ വിളമ്പാൻ നല്ലൊരു ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 10 ഗ്രാം ചൈന ഗ്രാസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് കുതിർത്തിയെടുക്കണം. അതിന് മുൻപ് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്ത് നല്ലതുപോലെ പിഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഇടാം. ഒന്നര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. പത്ത് മിനിറ്റ് കുതിരാൻ വേണ്ടി മാറ്റിവെക്കാം. വേറൊരു പാനിലേക്ക് 1.5 കപ്പ് പാല് എടുക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പാലുമായിട്ടൊന്ന് കലക്കിയെടുക്കുക. കട്ടയൊക്കെ ഒരുവിധം മാറുന്നത് വരെ കലക്കിയതിന് ശേഷം സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുത്ത് കുക്ക് ചെയ്യുക. തിളച്ച് തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് നന്നായി മെൽറ്റ് ചെയ്യുക. ബട്ടർ നന്നായി മെൽറ്റായതിന് ശേഷം നല്ലതുപോലെ കുറുകി വരുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം കുതിർത്തിയ ചൈന ഗ്രാസ് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് വേറൊരു പാനിലേക്ക് 1 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം ആ ടിന്നിൽ തന്നെ 2 ടിൻ പാല് കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. നന്നായി മിക്സായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 4 ഡെസേർട്ട് സ്പൂൺ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ ഇതിലേക്ക് അലിയിച്ചെടുത്ത ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൂടായിരിക്കുമ്പോൾ തന്നെയാണ് ചൈന ഗ്രാസ് ഈ പാലിലേക്ക് ചേർക്കേണ്ടത്. തുടരെ ഇളക്കി കൊടുത്ത് കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചൈന ഗ്രാസ് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കുക. ഇനി ബട്ടർ തടവിയ ഒരു മോൾഡിലേക്ക് ഈ പാൽ മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മീതയിലേക്ക് കൊക്കോ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കൊക്കോ മിശ്രിതം ഒരു ഡിസൈനായി ഈ പാലിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കാണാം. ഇനി ഇത് ഫ്രിഡ്ജിൽ അധികം തണുപ്പില്ലാത്ത ഭാഗത്ത് വെച്ച് നല്ലതുപോലെ ഉറക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം പുറത്തെടുത്ത് നുറുക്കിയ കശുവണ്ടി, മാതള, നാരങ്ങയുടെ അല്ലി, ചെറി ഒക്കെ വെച്ച് നമുക്ക് അലങ്കരിക്കാവുന്നതാണ്. ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചെറുതായി കട്ട് ചെയ്തും അലങ്കരിക്കാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു മാർബിൾ പുഡിംഗ് ആണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. വിശേഷ ദിവസങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിംഗാണ്. അപ്പോൾ ന്യൂ ഇയറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു സ്വീറ്റ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.